ആപ്കി അദാലത്തിൽ ഇമ്രാൻഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിനു വേണ്ടി പേഴ്സണൽ ലൈഫ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇമ്രാൻ സാർ, പോളിറ്റിക്സ് താങ്കളെ എത്രത്തോളം മയക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ താങ്കളുടെ കുടുംബത്തിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും പൂർണ്ണമായും മറന്നിരിക്കുകയാണ്. ഏത് ജമീമാണോ താങ്കൾക്ക് വേണ്ടി ഉറുദു കരസ്ഥമാക്കാൻ ശ്രമിച്ചുവോ, പാകിസ്ഥാനി ആകാൻ ശ്രമിച്ചുവോ, പക്ഷേ താങ്കളുടെ പൊളിറ്റിക്സ് കാരണം അവർക്ക് പ്രശ്നങ്ങൾ കൂടി. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാനൊരു പൊളിറ്റിക്കൽ റാലിയിലായിരുന്നു. സോ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ റാലിയിലെ ഒരു ലീഡർ വളരെ ഷോക്കായിട്ട് സംസാരിക്കുമായിരുന്നു. ആ സ്പീച്ചിൽ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇമ്രാൻ സർ, നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം വിട്ടുകളഞ്ഞു. സോ ഞാനും എൻ്റെ നാടിന് വേണ്ടി എൻ്റെ കുടുംബജീവിതം ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹം ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായിട്ടിരുന്ന സമയം. ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു ഡൗട്ടും വേണ്ട. ഞാൻ എപ്പോഴാണോ പോളിറ്റിക്സിൽ ജോയിൻ ചെയ്തത്, അന്ന് തൊട്ട് എനിക്ക് കുടുംബജീവിതം നയിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴാണോ ഞാൻ പോളിറ്റിക്സിൻ്റെ അകത്തോട്ട് പോയത്, ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ജമായ്മ അപ്പോൾ എൻ്റെ കൂടെ പോളിറ്റിക്സിലോട്ട് വരുമെന്നാണ്. അതായത് അവരും പോളിറ്റിക്സിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്ണർ ആയിരിക്കുമെന്ന്. പക്ഷെ ഒരു കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ പൊളിറ്റിക്കൽ ഓപ്പോണൻസ് അവരെന്താന്ന് വെച്ചാൽ, ആക്ച്വലി എനിക്ക് സ്ട്രേച്ചർ തന്നിരുന്നു. പാകിസ്ഥാനിൽ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവരെ കൊണ്ട് എന്നെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ എതിർപ്പും എൻ്റെ വൈഫിൻ്റെ നേരെയായിരുന്നു അവർ കാണിച്ചത്. താങ്കൾ കാരണം അവരൊരു യൂതരാണെന്നുള്ള കാര്യം വലിയ പ്രശ്നമായി. അവരെൻ്റെ കല്യാണം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സൈനസ് നാബിയുടെ ഭാഗമാണ്. അവർ അറ്റാക്ക് ചെയ്തു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ടൈൽസിൻ്റെ കേസും ഉണ്ട് അവർക്ക്. അതെന്നെ സങ്കടത്തിലാക്കാനായിട്ട് ഗവൺമെൻറ് ഇട്ടതായിരുന്നു. പക്ഷെ അതിനുശേഷം അവരെ സൽമാൻ റുഷ്ദിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഡിഗ്രിയുടെ ബുക്സും ഉണ്ടായിരുന്നു. എപ്പോഴും അവരെ എതിർത്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, അവരെ കൊണ്ട് എൻ്റെ പോളിറ്റിക്സിൽ എൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ പോളിറ്റിക്സിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. മാറ്റിവെച്ചത് കൊണ്ട് ഓബ്വിയസ്ലി ഞങ്ങൾ എത്രത്തോളം ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ അതൊന്നും നടക്കാണ്ടായിപ്പോയി. അതല്ലാണ്ട് ഞങ്ങൾക്കുള്ളിൽ എന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ക്രോസ് കൾച്ചർ മാരേജിന് നമ്മൾ മറ്റുള്ള കല്യാണത്തിനേക്കാൾ ഇതിന് കുറച്ച് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കണം. പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി എൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് അതുകൊണ്ട് ഞാൻ ഇനി സമയം അവർക്ക് കുറവായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ളിൽ പ്രശ്നവും ഉണ്ടായത്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലായിരുന്നോ അതോ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ നോക്കൂ, മനുഷ്യന് എപ്പോഴൊരു ആസ്പിറേഷൻസ് ഉണ്ടാവും. ഞാനൊരു എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നെന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഊർജ്ജം ഉണ്ടായിക്കൊണ്ടേ ഉണ്ടാവും. ക്രിക്കറ്റിലോടൊരു ഇഷ്ടം എനിക്ക് 9 വയസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ 9 വർഷം എനിക്ക് ഹോസ്പിറ്റലിൽ വേണമെന്നൊരു ഊർജ്ജം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ക്യാൻസർ വന്ന് അദ്ദേഹം അതുകൊണ്ട് മരിച്ചത് ആ സമയം തൊട്ട് തന്നെ എനിക്ക്. സോ ഞാൻ പോളിറ്റിക്സിൽ ഈ പൊളിറ്റിക്കൽ കരിയറിൽ ഞാനൊന്നും ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാണ് ഞാൻ പാകിസ്ഥാനിലൊരു മുന്നേറ്റം വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചോ, അപ്പോൾ അത് പൊളിറ്റിക്കൽ ചേഞ്ച് മൂലമേ കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കി. ലോകത്തിൽ ഏതൊരു മാറ്റവും പൊളിറ്റിക്കൽ ചേഞ്ച് ഇല്ലാണ്ട് ഇതുവരെ വന്നതായിട്ടൊരു ഇതില്ല. സോ ഞാൻ ഈ തീരുമാനം എടുത്ത സമയത്ത് എനിക്ക് പിന്നെ ഇതൊരു ആംബിഷൻ, ഒരു ആഗ്രഹം, ഒരു ഊർജം എല്ലാം ആയിട്ട് എനിക്കിത് പിന്നെയും മാറി. സോ ഒരുപക്ഷെ ഞാൻ എല്ലാം മറന്ന്, അതായത് എൻ്റെ പോളിറ്റിക്സ്, കുടുംബം എല്ലാം കല്യാണ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ഇംഗ്ലണ്ടിലോട്ട് പോയി. ഇപ്പം ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കല്യാണ ജീവിതം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോന്ന്. കാരണം ജമായ്മ വളരെ അധികം ആഗ്രഹിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അത് എനിക്ക് അവർക്ക് ഈ കാര്യം അറിയാമായിരുന്നു. അതായത് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു വെറിയാണ്, രാഷ്ട്രീയമാണ് ഇഷ്ടമെന്ന്. ഇല്ല, അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു എന്ന്. അതായത് എൻ്റെ ഡ്രീം, എൻ്റെ ആംബിഷൻ, അതെല്ലാം നന്നായിട്ട് അറിയാം അവർക്ക്. ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു എന്ന്. പിന്നെ അവർക്ക് ഇതും അറിയാം, ഞാൻ ഒരുപക്ഷെ ഇത് വിട്ടാലും ഒരുപക്ഷെ ഈ കല്യാണം സക്സസ്ഫുൾ ആയിരിക്കുമോ എന്നൊക്കെ. അവർക്കും നന്നായിട്ട് അറിയാം എന്നെക്കൊണ്ട് ഇംഗ്ലണ്ടിൽ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. കാരണം എനിക്ക് പാകിസ്ഥാൻ ഒഴിച്ച് കല്യാണം ആയ സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യം നന്നായിട്ട് തന്നെ അറിയാം, ഞങ്ങൾ പാകിസ്ഥാനിലേ ഇരിക്കത്തുള്ളൂ. പിന്നെ അവരുടെ ഒപ്പം ചേർന്ന് പാകിസ്ഥാനിൽ എന്നെക്കൊണ്ട് പൊളിറ്റിക്കൽ ലൈഫിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പാകിസ്ഥാനി സ്ത്രീയെ വിവാഹം കഴിച്ച് സെറ്റിലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നെന്ന്? താങ്കൾക്ക് പൊളിറ്റിക്സിലും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നെന്ന്? നിങ്ങളിതിൽ നോക്കൂ, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ വളരെ കഠിനമായ ചോദ്യമാണ്. നമ്മളെ കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല.
പക്ഷേ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറയാൻ പറ്റും എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ കാണാൻ കഴിയും. ഞാൻ കല്യാണം കഴിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇത് മാത്രം ചോദിക്കും, അവൾ പോളിറ്റിക്സിൽ, അവൾ എന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ എത്രത്തോളം എന്നെ മനസ്സിലാക്കുമെന്നും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും പിന്നെ ഞാൻ ഏത് വഴിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വഴിക്ക് അവർക്കും എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവുമോ എന്നും ഇതൊക്കെ ഞാൻ നോക്കിയിരിക്കും. ഒരുപക്ഷെ എന്റെ ഈ പൊളിറ്റിക്കൽ ലൈഫ് വെച്ച് ഒരു പെണ്ണും എനിക്ക് ഫിറ്റ് ആയില്ലെങ്കിൽ ഞാൻ ബെറ്റർ കല്യാണം കഴിക്കേണ്ടത് തന്നെ ഇരിക്കും. ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള ന്യൂസ് പേപ്പറിൽ ഏതോ ഫ്രഞ്ച് സ്ത്രീയുടെ പേരാണ് വരുന്നത്. ഇതിലൊരു കഷ്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കല്യാണം ഒരു പ്രാവശ്യം കൊണ്ട് കഴിയാത്തവരെ നിങ്ങൾ ഈ ചോദ്യമൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒരു പക്ഷേ ആയില്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചല്ലോ ഒരു വലിയ ലിസ്റ്റ് എന്നോട്, അതുപോലെ ഇനിയൊരു ലിസ്റ്റ് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ പബ്ലിക് എന്താണ് കരുതേണ്ടത് താങ്കൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള? അതായത് എൻ്റെ ലൈഫ് മാക്സിമം തന്നെ ഒരു ബാച്ചുലറാണ്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ കല്യാണ ജീവിതം ഒരു സുപ്പീരിയർ ആയിരുന്നു അതിനേക്കാൾ. കാരണം കല്യാണത്തിൽ ഒരു മനുഷ്യന് സന്തോഷം കിട്ടും. ആക്ച്വലി എൻ്റെ ജീവിതം കുറച്ച് കഷ്ടമായിരുന്നു. ഒരു ഭാഗത്ത് പോളിറ്റിക്സ് ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ലൈഫിലും വളരെയധികം കഷ്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കല്യാണ ജീവിതം എന്ന് പറയുന്നത് ബാച്ചുലർ ലൈഫിനേക്കാൾ ബെറ്റർ ആയിരിക്കും. സോ ഐഡൽ ഇതാണ്, ഞാൻ പിന്നെയും കല്യാണം കഴിക്കും. പക്ഷേ ഏതൊരു കല്യാണം എനിക്ക് ശരിക്കും സക്സസ് ആവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കില്ല. പിന്നെ ഇതാണ് തീരുമാനവും. ഇത് താങ്കളുടെ തോട്ടാണ്. ജമൈമ എന്താണ് പറഞ്ഞത്? അവരുടെ ഹൃദയം തകർന്നു പോയോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടുപേർക്കും കഷ്ടമായിരിക്കും. രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നത് ഒരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ കല്യാണ ജീവിതം ഇതുകൊണ്ട് മാത്രമല്ല ബ്രേക്ക് ആയത്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നം വന്ന് അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ പിരിഞ്ഞത്. ആക്ച്വലി എന്റെ കല്യാണം ബ്രേക്ക് ആയത് ഇതുകൊണ്ടാണ്. അവര് ആക്ച്വലി ഇംഗ്ലണ്ടില് അവിടെ പോയി താമസിക്കാൻ ആരംഭിച്ചു. ഞാനുള്ളതും പാകിസ്ഥാനിൽ, രണ്ടും വേറെ വേറെ നാട്. ഹസ്ബൻഡ് ഒരു നാട്ടിലും വൈഫ് ഒരു നാട്ടിലും. ഇതൊരിക്കലും വർക്ക്ഔട്ട് ആവില്ല. സോ ഞങ്ങളുടെ കല്യാണ ജീവിതം ഒരു സിറ്റുവേഷൻ കാരണമാണ് ബ്രേക്ക് ആയത്. പക്ഷെ ഞങ്ങള് കഠിനമായ ഒരു സിറ്റുവേഷനിലാണ് വന്നത്. ആക്ച്വലി താങ്കൾ എന്തെങ്കിലും അവരുടെ കൂടെ ഒന്നിച്ചു ചേരണമെന്നുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും എടുത്തിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് ആക്ച്വലി ശ്രമിച്ചിരുന്നു രണ്ടുപേരും. പിന്നെ ഞങ്ങൾ ഈ ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 വർഷത്തിന് മുമ്പ് ആക്ച്വലി ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തതായിരുന്നു കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾ സെറ്റിൽ ആവാനായിട്ട്. പകുതി ദിവസം ഈ നാട്ടിൽ, പകുതി ദിവസം ആ നാട്ടിൽ. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല.